ഇവിടെ സംവാദം ആരംഭിക്കുകയാണ്. മുസ്ലിങ്ങളെല്ലാം ജിഹാദികളോ? ഈ വിഷയം നമ്മൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം വിവാദങ്ങൾ, ധാരാളം ചർച്ചകൾ, വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിൽ ഉയർത്തിപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, പ്രത്യേകിച്ചും ആരിഫ് ഹുസൈനി വിഷയം അവതരിപ്പിക്കുമ്പോൾ ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചുള്ള വളരെ ബോധപൂർവമായ ഒരു അവഹേളനമാണ് എന്ന രീതിയിലാണ് പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇത് വന്നിട്ടുള്ളത്. എന്നാൽ ശരിക്കും ഞങ്ങൾ ഇതിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, മുസ്ലിങ്ങളെല്ലാം ജിഹാദികളോ എന്ന് ചോദിച്ചാൽ അത് മുസ്ലിമിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടല്ല നമ്മൾ പറയുന്നത്. ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ്. അതുപോലെ തന്നെ എല്ലാ പൊളിറ്റിക്കൽ റിലീജിയൻസിനെ കുറിച്ചുള്ള ഒരു സംവാദമായിട്ടാണ് നമ്മളിലേക്ക് വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച്, യുക്തിവാദികളെ സംബന്ധിച്ചുള്ള ഒരു നിലപാടെന്ന് പറയുന്നത്, എല്ലാ വിശ്വാസികളും കുഴപ്പക്കാരാണ് എന്നൊരു സമീപനം നമുക്കില്ല. മറിച്ച് മതം ഒരു സിൻഡിക്കേറ്റഡ് റിലീജിയൻ ആകുമ്പോൾ, സംഘടിത മതമാകുമ്പോൾ, സംഘടിത മതം എപ്പോഴും ഒരു ക്രൈം തന്നെയാണ് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. മറിച്ച് ഒരാൾ തൻ്റെ വിശ്വാസം വെച്ച് പുലർത്തുന്നതുകൊണ്ടോ ആ വിശ്വാസത്തിൽ ഊന്നിന്ന് ജീവിക്കുന്നത് കൊണ്ടോ പൊതുസമൂഹത്തിന് വലിയ അപകടമൊന്നും വരാൻ പോകുന്നില്ല. എന്നാൽ മതത്തെ സംബന്ധിച്ചുള്ള നിർവചനങ്ങളിൽ പലതിലും സ്വാഭാവികമായും നമ്മൾ എത്തുന്ന ഒരു കാര്യം, മതം ഒരിക്കലും ഒരു വിശ്വാസം മാത്രമായിട്ടല്ല നിലകൊള്ളുന്നത്. എല്ലാവരും പറയുന്നത് എങ്ങനെയാണ്? ഞാനൊരു ദൈവത്തെ വിശ്വസിക്കുന്നു, ദൈവവും മതവുമായിട്ട് എന്തുമാത്രം ബന്ധമുണ്ട് എന്നുള്ളത് പോലും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, എല്ലാ മതങ്ങളും വിശ്വാസമായിട്ട് മാത്രം നിൽക്കുന്നതല്ല. ഒരു മതം എന്ന് പറയുന്നത് ഒരു വിശുദ്ധ സ്ഥലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതാണല്ലോ പാലസ്തീൻ. എത്രയോ വർഷമായി, 10,500 വർഷങ്ങളായി പാലസ്തീൻ കത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അതൊരു 3 മതങ്ങളുടെ, യഹൂദ മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും ക്രൈസ്തവ മതത്തിൻ്റെയും ഒരു വിശുദ്ധ സ്ഥലമാണ്. അവരുടെ ദൈവം ഉണ്ടായ സ്ഥലമാണ്. അപ്പോൾ ആ മത സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് ഈ മതം വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ആചാരങ്ങൾ, എല്ലാ മതങ്ങൾക്കും അവരുടേതായ വിശുദ്ധ ആചാരങ്ങളുണ്ട്. അതുപോലെ വിശുദ്ധരായ കാർമ്മികന്മാരുണ്ട്. കാരണം ദൈവവും മനുഷ്യനുമുള്ള ബന്ധം ഒരിക്കലും നേരിട്ടല്ല. ഒരു മതവും ദൈവവും മതവുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധത്തെ അംഗീകരിക്കുന്നില്ല. അതിന് ഇടയ്ക്ക് 1-2 ആളുകളുണ്ടായിരിക്കും. പുരോഹിതനുണ്ടെങ്കിൽ മാത്രമേ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ, ഈ കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പം അങ്ങനെ എല്ലാ മത സംഘടനകളും അല്ലെ മതങ്ങളും സംഘടിതമാകുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അപകടത്തെക്കുറിച്ച് ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംവാദം നമ്മൾ ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്. നമ്മൾ ഈ സംവാദത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഞാൻ ഇതിൻ്റെ മോഡറേറ്റർ എന്ന നിലയിൽ ഇടയ്ക്കൊന്നും കയറി ഇടപെടുന്നില്ല. ആദ്യം 15 മിനിറ്റ് വീതം രണ്ടുപേരും ആമുഖം പറയുന്നിട്ട് തുടങ്ങും. അതിനുശേഷം വീണ്ടും വരുന്ന ചർച്ചകൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ വീണ്ടും അവർക്ക് 15 മിനിറ്റ് അവസരം കൊടുക്കുകയും അവസാനം നമുക്ക് ഓഡിയൻസിൻ്റെ സദസ്യർക്കുള്ള സംശയങ്ങൾ നേരിട്ട് ചോദിക്കാനുള്ള അവസരമുണ്ട്. പിന്നെ ഒരു ലാസ്റ്റ് റൗണ്ടിൽ രണ്ടുപേരും എന്ത് പറയാനുണ്ടെന്ന് ചോദിക്കും. അതിനുശേഷം കൺക്ലൂഷൻ. ഇത്രയാണ് നമ്മുടെ ഈ സംവാദത്തിൽ നമ്മളുടെ ഒരു രൂപരേഖ. ഇനിയും ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ, ഇസ്ലാമിൻ്റെ, ഞാനതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഇസ്ലാം ഉണ്ടായ കാലം മുതൽ തന്നെയും, അല്ലെ ഇസ്ലാം ലോകത്ത് വ്യാപിക്കുന്ന കാലത്ത് ഇസ്ലാമിൽ സൂഫിസം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടായിരുന്നു. സൂഫി എന്നാൽ വിശുദ്ധി, സഭ എന്നാൽ വിശുദ്ധി. അതിൽ നിന്നാണ് സൂഫി എന്ന വാക്കുണ്ടാകുന്നത്, വിജ്ഞാനം എന്ന വാക്കുണ്ടാകുന്നത്. ലോകത്തിൽ ഇന്ന് കാണുന്ന ഇസ്ലാം ആയിരുന്നില്ല ആദ്യകാലത്ത് ഇസ്ലാം. ആ ഇസ്ലാമിന് കലയും സംഗീതവുമായി ബന്ധമുണ്ടായിരുന്നു, ഭക്തി പ്രചരണവുമായി ബന്ധമുണ്ടായിരുന്നു. ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ കലാ സാഹിത്യ മേഖലകളിലൊക്കെ തന്നെ അബുൽ ഫൈസിയെ പോലുള്ള ആളുകൾ, അല്ലെ അക്ബർ ചക്രവർത്തിയെ പോലുള്ള ആളുകൾ ഈ കേരളത്തിനോ ഇന്ത്യക്കോ നൽകിയിട്ടുള്ള സംഭാവനകളൊന്നും ചെറുതൊന്നുമല്ല കലാ സാഹിത്യ മേഖല. കേരളത്തിലാണെങ്കിൽ തന്നെ 13-ാം നൂറ്റാണ്ടിൽ അറബി മലയാളം, അതുപോലെ ഒറ്റമൂലി ചികിത്സ, വിഷവൈദ്യം തുടങ്ങിയവയൊക്കെ തുടങ്ങുവെക്കുന്നത് ഈ സത്യത്തിൽ ഈ സൂഫി പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ മതം എല്ലായ്പ്പോഴും അങ്ങനെ ഒരു രീതിയിലായിരുന്നില്ല വന്നതെങ്കിലും, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വഹാബിസം ഈ സൂഫിസത്തെ ആക്രമിക്കുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു, അത് പൊളിറ്റിക്കൽ ഇസ്ലാമായി ലോകത്തിന് വിനാശകരമായിട്ട് സംഭവിക്കുന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ചോദ്യം, അല്ലെ ആദ്യത്തെ ഒരു ആമുഖമായിട്ട് പറയാനുള്ളത്, ഈ ഇസ്ലാമിൻ്റെ ചരിത്രം തുടങ്ങുന്നത് എവിടെ നിന്നാണ് എന്നും, ഇസ്ലാമിൻ്റെ ജിഹാദുൽ അക്ബർ അല്ലെങ്കിൽ എൻ്റെ ധർമ്മ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നും, അതിന് ഈമാൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നും ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് തുടങ്ങാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സംവാദത്തിൻ്റെ ആദ്യ 15 മിനിറ്റ് സംസാരിക്കുന്നതിന് വേണ്ടി
ശ്രീമതി നൂർ അബ്ദുള്ളിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്നെ ഈ KVSൻ്റെ വേദിയിലേക്ക് ക്ഷണിച്ച അതിൻ്റെ സംഘാടകരോടും എന്നോട് സംവാദം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കേവലം ഒരു ചർച്ച മാത്രമാണ്. അതിലേക്ക് എൻ്റെ സഹസംവാദകനായിട്ട് ആരിഫ് ഹുസൈനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ സ്വതന്ത്ര ചിന്തകയുടെ പ്രചാരകരായാണ് പൊതുമധ്യത്തിൽ നിൽക്കുന്നത്. സ്വതന്ത്ര ചിന്തകരെ സംബന്ധിച്ചിടത്തോളം മാനവികതയ്ക്കും ശാസ്ത്രാവബോധത്തിനും സാമൂഹ്യ ക്ഷേമത്തിനുമൊക്കെയാണ് നമ്മൾ പ്രാധാന്യം കൂടുതൽ കൽപ്പിക്കേണ്ടത്. ഒരു സോഷ്യൽ റിഫോർമേഷന് വേണ്ടിയാണ് നാം എല്ലാവരും ശ്രമിക്കുന്നത്. എല്ലാത്തരം തീവ്രവാദങ്ങളും, ഞാനിപ്പോൾ ഏതെങ്കിലും പക്ഷത്തിന് വേണ്ടി ഇന്ന് സംസാരിക്കാൻ വന്നതല്ല. മാനവികതയുടെ പക്ഷം, സ്വതന്ത്ര ചിന്തകരുടെ ധാർമ്മികതയുടെ പ്രശ്നം, ഇതാ എനിക്ക് ആരിഫിൻ്റെ ചില പ്രഭാഷണങ്ങളും പുള്ളിയുടെ ഓരോ വിശേഷങ്ങളുമൊക്കെ കാണുമ്പോൾ ഉണ്ടായ കുറേ ചോദ്യങ്ങൾ ആണ് എനിക്ക് ആരിഫിനോട് ചോദിക്കാനുണ്ടായിരുന്നത്. അത് മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന നമ്മൾ ഒരു വിഭാഗത്തെ എല്ലാ മനുഷ്യരെയും പ്രതിക്കൂട്ടിൽ നിർത്തത്തക്ക രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പുറപ്പെടുവിക്കുന്നത്, അത് ഒരു സോഷ്യൽ ഹാർമണിക്ക് വിഘാതം സംഭവിക്കുന്ന, സാമൂഹ്യപരമായിട്ട് അതിന് ആഘാതമേൽപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണത്. എല്ലാ മുസ്ലിങ്ങളും സാധ്യതയുള്ള ജിഹാദികളാണെന്ന് വയ്ക്കുമ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് അത് തരം തിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്? അതിന് എന്തെങ്കിലും കൃത്യമായ ഡാറ്റയോ എവിഡൻസോ എന്തെങ്കിലും അങ്ങനെ ഒരു സ്ഥിതിവിവര കണക്കുകളോ എല്ലാം ആരിഫിൻ്റെ പക്കലുണ്ടോ? ഉണ്ടെങ്കിൽ ആരിഫ് അത് സമർത്ഥിക്കണം. ഇത്രത്തോളം ആക്ഷേപകരമായ വിവാദപരമായ പ്രസ്താവനകൾ ഒരു സ്വതന്ത്ര ചിന്തകൻ 2-3 ആവർത്തി ആലോചിച്ചതിന് ശേഷം മാത്രമേ പൊതുവിടങ്ങളിൽ അത് പ്രസരിപ്പിക്കാൻ സന്നദ്ധമാകാവുള്ളൂ. അത് നമ്മുടെ സോഷ്യൽ ഹാർമണിക്ക് സംഭവിക്കുന്ന ആഘാതം വലുതാണ്, നമ്മളുടെ പ്രവചനാതീതമാണ്. അത് അതിൻ്റെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പലതരം ദൂഷ്യവശങ്ങളും സമൂഹത്തിന് അതിന് പുരോഗമനത്തിന് തടസ്സമാകുന്നു, ജനജീവിതത്തെ ദുഷ്കരമാക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ ആ ഒരു പ്രസ്താവനയിലുണ്ട്. ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഒരു ബൈനറിയിൽ ഒതുക്കി നിർത്താൻ പറ്റില്ല. ഒന്നുകിൽ ഇസ്ലാം ഒന്നുകിൽ യുക്തിവാദി അല്ലെങ്കിൽ ജിഹാദി എന്നുള്ള ആ ഒരു ബൈനറിയിൽ ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇസ്ലാം എന്നുള്ളത്. അതിനുള്ളിൽ ഒരുപാട് ഷെയ്ഡുകളുള്ള ഒരു സ്പെക്ട്രം പോലെയാണ് അത്. അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അതിലിപ്പോൾ ഇവിടെ സാർ പരാമർശിച്ചതുപോലെ തന്നെ സൂഫിസമുണ്ട്. അത് വളരെ മനോഹരമായ ചിന്താധാരയാണ്. അവർ മതം കൃത്യമായി പഠിക്കുകയും അതിൻ്റെ ഒരു ആന്തരികമായ അർത്ഥത്തെ ഉൾക്കൊള്ളുന്നവരുമാണ് സൂഫികൾ. സൂഫി ആചാര്യന്മാരുടെ അവരുടെ ഗുരുക്കന്മാരുടെ പ്രഭാഷണങ്ങളാകട്ടെ, അവരുടെ രീതികളാകട്ടെ, എല്ലാവരുടെയും ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന സാർവലൗകികമായൊരു പ്രണയവും സംഗീതവും നൃത്തവും ഒക്കെയായിട്ട് ദൈവത്തെ തേടുന്ന, സന്തോഷത്തിലൂടെ ആനന്ദത്തിലൂടെയും ദൈവത്തെ തേടുന്ന ഒരു കാഴ്ചപ്പാടും ആദർശമുള്ളവരാണ് സൂഫികൾ. അവർ മതം പഠിക്കാത്തവരല്ല. നിർഭാഗ്യവശാൽ ആരിഫ് അതൊന്നും ശ്രദ്ധിക്കാതെ ആയിരിക്കാം ഇങ്ങനെയുള്ള നിരന്തരം ഈ ആരോപണങ്ങൾ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. അതുകൊണ്ട് ആഘോഷിക്കുന്നവരും അതിൻ്റെ പ്രചാരകരായിട്ട് മുസ്ലിം വിഭാഗത്തോട് ശത്രുതാ മനോഭാവമുള്ളവർക്ക് ഇതൊക്കെ പ്രചരണായുധമാക്കുവാനും അവർക്ക് അതുകൊണ്ട് കിട്ടാവുന്നത്തോളം മൈലേജ് അവരെടുക്കുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം ഇന്നത്തെ ഈ കേരളത്തിലെ സാമൂഹിക സാഹചര്യത്തിൽ ഒരു പ്രശ്നത്തിലേക്കുള്ള തുടക്കമാകാൻ നമ്മൾ സ്വതന്ത്രരെ പോലുള്ള മനുഷ്യരുടെ ഒരു കാരണമാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ആരിഫിനോടൊരു ചർച്ചയാകാം എന്നുള്ളത് സമ്മതിച്ചത്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് ഞാൻ പ്രധാനമായിട്ടും ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ചോദ്യമാണ്: എന്താണ് ഇതിനുള്ള തെളിവ്, എന്താണ് ഇതിനുള്ള എവിഡൻസ്? സ്വതന്ത്രരെ സംബന്ധിച്ചിടത്തോളം എല്ലാം എവിഡൻസിനും തെളിവുകൾക്കും പ്രാധാന്യം നൽകുകയാണ്. അല്ലെങ്കിൽ ഒരു ഡാറ്റ വേണം, അതിൻ്റെ ജെന്യൂനിറ്റി നമുക്ക് ബോധ്യപ്പെടണം. ഇതൊന്നുമില്ലാതെ നമ്മൾ എന്തെങ്കിലും ഊഹാപോഹങ്ങൾ വെച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഒരു മനസ്സിൻ്റെ ധാരണ വെച്ച് ഇത്രത്തോളം വർഗീയപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ ഒരു സ്വതന്ത്ര ചിന്തകൻ കുറച്ചുകൂടെ ഒരു കരുതലെടുക്കേണ്ടതല്ലേ, സൂക്ഷിക്കേണ്ടതല്ലേ എന്നാണ് എനിക്ക് ആരിഫിനോട് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം,
ഈ സൂഫിസം പോലെ തന്നെ ബോറ മുസ്ലിങ്ങളുണ്ട്, അഹമ്മദീയരുണ്ട്, അതിൽ തന്നെ ലിബറലുണ്ട്, കൾച്ചറൽ മുസ്ലിങ്ങളുണ്ട്, റിഫോമേഴ്സ് ഉണ്ട്. ഇവരൊക്കെ മതം പഠിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? മതം പഠിച്ചതുകൊണ്ട് അതിൽ നിന്ന് നല്ലത് സംശീകരിച്ച് ജീവിക്കുന്നവരുണ്ട്. തീവ്രമായ രീതിയിലേക്ക് പോകുന്നത് വളരെ അപൂർവം, ചുരുക്കം ഈ 200 കോടി ജനങ്ങളിൽ വളരെ അപൂർവം ആയിട്ടുള്ള കുറച്ച് തീരെ കുറഞ്ഞ ഒരു നിരക്കിലുള്ള ആളുകൾ മാത്രമേ തീവ്രവാദത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് പോകുന്നുള്ളൂ. ബാക്കി എല്ലാ മനുഷ്യരും ശാന്തമായും സമാധാനമായിട്ടും ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അതിലൊന്നാണ് ഈ ബോറ മുസ്ലിം. അവർ കച്ചവടം, അവരുടെ പ്രാർത്ഥന ജീവിതം അങ്ങനെ പോകുന്നു. ഈ ഇവർ സൂഫിസത്തിൻ്റെ അത് ഞാൻ പറഞ്ഞു. അതുപോലെ കൾച്ചറൽ മുസ്ലിംസ്, അവർക്ക് നമസ്കാരം, നോമ്പ് അതുപോലുള്ള കാര്യങ്ങൾ മാത്രം ആയിട്ട് ഒരു വശത്തൂടെ ആരാധന ഒരു സൈഡായിട്ട് പോവും. അല്ലാതെ പൊതുജീവിതത്തിൽ അവരൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാറില്ല. ഈ സത്യങ്ങളെല്ലാം ആരിഫിനും അറിയാവുന്നത് തന്നെയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു നിരന്തരം ഒരു മതവിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ കുഴപ്പക്കാരും കുറ്റവാളികളും പൊതുജന മധ്യത്തിൽ ഒരു പ്രശ്നക്കാരല്ലെങ്കിൽ ഒരു ഭീതി ഉളവാക്കുന്ന ആൾക്കാരായിട്ട് ചിത്രീകരിക്കുന്നത്? ഈ കേരളത്തിൽ കേവലം 27% അങ്ങാണ്ട മുസ്ലിംസ് ഉള്ളത്. അവരിൽ എത്ര തീവ്രവാദ സംഘടനകളുണ്ട്, അവർക്ക് എത്രത്തോളം ഇവിടെ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സ്ഥിതിവിവര കണക്കുകൾ വെച്ച് തന്നെ നോക്കി പറയേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ വർഗീയ രാഷ്ട്രീയ കക്ഷികളും ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങളിലും കൊലപാതകങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇന്ന ഒരു മതത്തിൻ്റെ മാത്രമായിട്ടല്ല, രാഷ്ട്രീയപരമായിട്ടും സാമുദായികപരമായിട്ടും സ്പർദ്ധ ഉള്ളവരും കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ തുടർക്കഥയായിട്ട് നമുക്ക് കേരള ചരിത്രത്തിലും ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം കുത്തകയല്ല തീവ്രവാദമോ ജിഹാദിസമോ. ജിഹാദിസം എല്ലാവരും മതവിഭാഗങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. അതിനെ അറബി ഒരു വാക്കുകൊണ്ട് അതിന് കൃത്യമായിട്ട് പറയുന്നത് ഇസ്ലാമിലുള്ള എന്നതുകൊണ്ട്, പക്ഷേ അതിൻ്റെ ആശയം അതേപോലെ തന്നെ പല മതങ്ങളിലും ആചരിക്കേണ്ട തീവ്രവാദികളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ സൂഫിസത്തിൻ്റെ ഒരു കേന്ദ്രമായ അജ്മീറിൽ സ്ഫോടനം ഈ എല്ലാ മനുഷ്യരെയും സാംശീകരിക്കുന്ന, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന, എല്ലാത്തരം സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമായ ഈ അജ്മീറിൽ പോലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രാജസ്ഥാനിലെ ഖ്വാജ മുഹിദ്ദീൻ ചിശ്തിയുടെ ആ സ്ഥലത്ത് 2007 ടിഫിൻ ബോക്സിൽ ബോംബ് ബ്ലാസ്റ്റ് നടത്തിയിട്ടുണ്ട്. അതിൽ 3 മരണം, 30ഓളം പേർക്കുമാണ് അത്യാഹിതം ഉണ്ടായത്. 5000 പേര് കൂടിയിരുന്ന ഒരു പരിപാടിയിലാണ് ഈ ബോംബ് ബ്ലാസ്റ്റിംഗ് അവർ ആസൂത്രണം ചെയ്തത്. അതായത് ഈ സാഫ്രോൺ ജിഹാദാണ് അത് ചെയ്തത്. അപ്പോൾ അത്രയും സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ഒരു സംസ്കാരത്തെ പോലും അത് മുസ്ലിം എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് അവരോട് ഇത്രത്തോളം കാലുഷ്യമായിട്ട് പെരുമാറാൻ മറ്റൊരു തരം ജിഹാദിസം ഇവിടെ ഉണ്ട്. അത് നമ്മൾ അതിനെക്കുറിച്ച് ആരിഫ് ഒരിക്കലും പരാമർശിക്കുകയോ അത് ഗൗരവമായൊരു വിഷയമായിട്ട് കണക്കാക്കുകയോ ചെയ്യാറില്ല. നിരന്തരം ഈ ഒരു മുസ്ലിം സമുദായത്തെ മാത്രം നേരെയാക്കാം എന്ന് മാത്രമാണ് ആരിഫ് ചിന്തിക്കുന്നത്. പക്ഷേ മുസ്ലിം സമുദായത്തിൻ്റെ തീവ്രവാദം കൊണ്ട് ഒതുങ്ങിയത് കൊണ്ട് മാത്രം ഇവിടുത്തെ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഇവിടെ എല്ലാ മതങ്ങളും അവരുടെ രാജ്യം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ബൈബിളിന് ക്രിസ്തു രാജ്യം വരണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അവർ പ്രത്യക്ഷത്തിലൊന്നും ഒരു തീവ്രവാദമോ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളോ നടത്തുന്നില്ല. എന്നാൽ ഇസ്ലാമിൽ അതുണ്ട്. ഇസ്ലാമിൻ്റെ ഒരു ആഗ്രഹമാണ്, തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആഗ്രഹമാണ് ഇവിടെ ഇസ്ലാമിക രാജ്യമാകണം ലോകം മുഴുവൻ എന്നുള്ളത്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മതം ഇസ്ലാം ആയതുകൊണ്ട് ലോകാകമാനം ഇസ്ലാം ആകുക എന്നുള്ളത് അവർക്ക് അതിൻ്റെ ഒരു ആഗ്രഹമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഹിന്ദുത്വ ഇവിടെ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി അവർ വാദിക്കുന്നവരുടെ ഇതിനുള്ള പരിശ്രമങ്ങളോ അവരുടെ ശ്രമങ്ങളോ ഒന്നും നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കാതെ ഈ ന്യൂനപക്ഷമായ ഇസ്ലാമിസ്റ്റുകൾ ഇന്ത്യ കീഴടക്കി ഇവിടെ ശരീഅത്ത് നടപ്പിലാക്കി എല്ലാ ഹിന്ദുക്കളെയും അടിച്ചൊതുക്കുകയും ജസിയ ഏർപ്പെടുത്തുകയും അല്ലെങ്കിൽ അവരുടെ ആരാധന സ്ഥലങ്ങളിൽ ആക്രമിക്കുകയും അവരെ ദിമ്മികളാക്കി വെക്കുകയോ അടിമകളാക്കുകയൊക്കെ ചെയ്യുന്നെന്ന് പ്രചരിപ്പിക്കുന്നവരുടെ കൂടെ
ചേർന്ന് നിൽക്കുന്നത് പോലെയാണ് ആരിഫിൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും നമുക്ക് അനുഭവവേദ്യമാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ആരിഫിനോട് ചോദിക്കാനുള്ളത്. ആരിഫിൻ്റെ സ്വതന്ത്ര ചിന്തയുടെ ആ ഒരു നിർവചനം ഏത് കാറ്റഗറിയിൽ നിർത്താൻ പറ്റും? അത് സ്വതന്ത്ര ചിന്തയുടെ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ? മുസ്ലിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ ഭീതി വ്യാപാരം നടത്തുക. എൻ്റെ ചെറിയ മോൻ പോലും അവൻ്റെ പേര് ഒരു ഇസ്ലാമിക നെയിം ആയതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ, എൻ്റെ കുട്ടികളുടെ എല്ലാം നമ്മുടെ അറിയാവുന്ന സമാധാന മുസ്ലിങ്ങളുടെ എല്ലാം പേരുകളിൽ നിന്ന് അവരെ തിരിച്ചറിയാൻ പറ്റും, അല്ല അവരുടെ വേഷവിധാനങ്ങളിൽ നിന്ന്. അവരുടെ ഒരു പൊതു നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരെയൊക്കെ സാധ്യതയുള്ള ജിഹാദികളായിട്ട് പൊതുജനം കാണുകയും വിദ്വേഷവും വെറുപ്പും ക്രമേണ ഉള്ളിൽ ഉണ്ടാകുകയും അതൊരു കലാപത്തിലേക്കോ അല്ലെങ്കിൽ അവർക്ക് നീതി നിഷേധത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ അധികമല്ലേ? ഇതെല്ലാം ഇങ്ങനെ സാമൂഹ്യപരമായിട്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പെരുമാറ്റം വരുന്നതിന് മുമ്പ് 2-3 തവണ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതറിയാൻ വയ്യാത്ത ആളല്ല ആരിഫ്, എങ്കിലും ആരിഫിൻ്റെ ഈ നിലപാട് വളരെ ഖേദകരമാണെന്നേ പറയേണ്ടതുള്ളൂ. ഇവിടെ എല്ലാ ഈ ഹിന്ദുത്വ അല്ലെങ്കിൽ സാഫ്രോൺ ജിഹാദിസ് നടത്തിയ എല്ലാം ബോംബ് ബ്ലാസ്റ്റിംഗ് ആകട്ടെ എല്ലാം അവരുടെ RSSൻ്റെയും ഈ പിന്നെ സനാതൻ സംസ്ഥയുടെയൊക്കെ പിന്തുണയോടുകൂടി തന്നെയാണ്. ഇവിടെ നമ്മളുടെ സാമൂഹ്യ രംഗത്ത് അല്ലെങ്കിൽ റേഷണലിസ്റ്റുകളായ ഒരുപാട് മനുഷ്യരെ കൊലപാതകം ചെയ്തിട്ടുണ്ട്. 5 പേരോളം, നമുക്ക് പേരെടുത്ത് പറയത്തക്ക രീതിയിൽ 4 പേരുണ്ട്. നരേന്ദ്ര ദബോൽക്കർ, ഗൗരി ലങ്കേഷ്, അതുപോലെ ഗോവിന്ദ് പൻസാരെ, കൽബുർഗി, ഇവരുടെയൊക്കെ കൊലപാതകത്തിന് പിന്നിലും ഈ തീവ്രവാദ സംഘടനകളുടെ നല്ലല്ല അവരാണ് അത് ചെയ്തത്. അപ്പം അതിനെ ഒന്നും ഒരിക്കലും നിരന്തരം നമ്മൾ ജനങ്ങളുടെ മനസ്സിൽ ജ്വലിച്ച് നിൽക്കേണ്ട ഒരു ഓർമ്മയായിട്ട് കത്തിച്ച് നിർത്തുന്നില്ല. പക്ഷേ ഇസ്ലാമിൽ വരുന്ന പ്രശ്നങ്ങളെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എപ്പോഴും സംസാരിക്കുകയും അത് ഈ പൊതുസമൂഹത്തിലുണ്ടാക്കുന്ന വിദ്വേഷം അളവിലും വലുതാകുകയും ചെയ്യുന്ന ഒരു കാലം അധികം താമസിയാതെ സംജാതമാകുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ ഉള്ള നമ്മളുടെ ഓരോ നിരീക്ഷണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. വർഗീയത വളരുന്നുണ്ട്, മതപരത വളരുന്നുണ്ട്, തീവ്രവാദം വളരുന്നുണ്ട്. ഇതിനൊക്കെ എതിരായിട്ട് നിൽക്കേണ്ട നാം ഇവർക്ക് ചൂട്ട് പിടിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തന രീതിയോട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നൂർ അബ്ദുൽ ഉന്നയിച്ചിരിക്കുന്ന 2-3 പ്രശ്നങ്ങൾ. ഒന്ന്, എല്ലാ മുസ്ലിങ്ങളും ജിഹാദികളാണ് എന്ന് ആരിഫ് ഹുസൈൻ്റെ ഡേറ്റ ഉണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ, സൂഫിസം എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്ന് ഉയർന്നു വന്നത് കലയുടെയും സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെ ഒരു മേഖലയാണ്. അതിനെ എന്തുകൊണ്ട് വിട്ടുകളയുന്നു? 3, ലിബറൽ മുസ്ലിം, കൾച്ചറൽ മുസ്ലിം, അഹമ്മദിയർ തുടങ്ങി ഈ ലോകത്തിലെ 200 കോടിയിലേറെ മുസ്ലിങ്ങളിൽ കുറച്ചു പേർ മാത്രം തീവ്രവാദികളായിരിക്കെ എല്ലാ മുസ്ലിമിനെയും അങ്ങനെ ചാപ്പ കുത്തുന്നത് ശരിയാണോ? അതുകൊണ്ടാണ് ആരിഫ് അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്. മറ്റൊന്ന്, ജിഹാദിസം എല്ലാ മതങ്ങളിലും ഇല്ലേ, പിന്നെ എന്തുകൊണ്ട് ഈ പറയുന്ന ഇസ്ലാമിനെ മാത്രം അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നു? ഇതാണ് നൂറ് ആദ്യ റൗണ്ടിൽ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ. അതിന് ശ്രീ ആരിഫ് മറുപടി പറയും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്ന നൂർ, അതേപോലെ തന്നെ മോഡറേറ്റർ, രണ്ടുപേർക്കും വലിയ നന്ദിയുണ്ട്. ആദ്യമേ തന്നെ ഇതിലൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനൊരു ചർച്ച സത്യത്തിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ സംവാദങ്ങൾ നടക്കേണ്ടത് MM അക്ബറും മുജാഹിദ് ബാലുശ്ശേരിയും അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാമിമാരെയോ അല്ലെങ്കിൽ പാസ്റ്റർമാരെയോ ഒന്നും പിടിച്ചിട്ടല്ല. സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകൾ തമ്മിൽ തന്നെയാണ് ഇനി അങ്ങോട്ട് സംവാദങ്ങൾ നടക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ആ ഒരു പ്രവണതയ്ക്ക് തുടക്കം വെച്ചതിൽ KYSന് അഭിമാനിക്കാം. അതിന് വലിയ നന്ദിയുണ്ട്. ഇതൊരു മാതൃകയാവട്ടെ എന്ന് തന്നെയാണ് ആദ്യം പറയാനുള്ളത്. ഒന്നത്. 2, ഇങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള ഒരു ക്ഷണം വന്നപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ അതിൽ ഒട്ടും തന്നെ ശങ്കിക്കാതെ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് വരാൻ, ഈ ഒരു ചർച്ചയ്ക്ക് മുന്നോട്ട് വരാൻ തയ്യാറായ നൂർ അബ്ദുലിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഈ ഒരു വിഷയം ഇപ്പം നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം തന്നെ എനിക്ക് തോന്നുന്നു ഒരു 2021 ശേഷം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. 2018 നമ്മൾ മതമൊക്കെ ഉപേക്ഷിക്കുന്നത്. അത് പബ്ലിക്കായിട്ട് പറയുന്ന ഒരു നിലയിലേക്ക് വന്ന് 2020 ശേഷമാണ്. 21 നമ്മൾ കൂടുതൽ പബ്ലിക് അപ്പിയറൻസ് ഇസ്ലാം വിമർശിച്ച് തുടങ്ങിയത്. അതുവരെ ഹോമിയോ ഒക്കെ വിമർശിച്ച ഒരു സൈഡിൽ കൂടെ പോകുന്ന ഒരാളായിരുന്നു. അപ്പം അങ്ങനെ
പോയിക്കൊണ്ടിരുന്ന ആ വിഷയത്തിൽ അന്ന് മുതൽ ഇതിൽ എതിർ അഭിപ്രായങ്ങൾ വരുമ്പോൾ എക്സ് മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ എതിർ അഭിപ്രായങ്ങളുണ്ട്, സ്വതന്ത്ര ഇന്ത്യക്കാരുടെ ഇടയിലുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതിലൊരു ചർച്ച വേണം, ഇതിനു വേണ്ടി മുന്നോട്ട് വരൂ എന്ന് പറയുമ്പോൾ ആരും വരാറില്ല. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ വിശ്വനാഥൻ ഡോക്ടർ, അദ്ദേഹത്തെ ഞാൻ പലതവണ നേരിട്ട് മാന്യമായിട്ട് നമ്മൾ നേരിട്ട് സംസാരിച്ച് ഇത് നമ്മൾ സംസാരിക്കാം. നിങ്ങൾ ഈ പറയുന്ന പോലെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വാക്ക് തന്നെ ഇതിനകത്തൊരു മിസ്നോമറാണ്. അങ്ങനെ ഒരു വാക്കിന് പോലും പ്രസക്തിയില്ല എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ടത് മുസ്ലിമോഫോബിയ എന്നാണ് പറയേണ്ടത്, ഇസ്ലാമോഫോബിയ എന്നല്ല പറയേണ്ടത്, ഇസ്ലാമോഫിയർ എന്നാണ് പറയേണ്ടത്, ഇസ്ലാമിനെ ഭയക്കണം എന്നാണ് പറയേണ്ടത്. അപ്പം മുസ്ലിങ്ങളാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഇരകൾ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മളെ കാഴ്ചപ്പാടുകൾ നമുക്ക് പരസ്പരം ഒന്ന് മാറ്റിവരയ്ക്കാം, നിങ്ങൾ വരൂ എന്ന് പറയുമ്പോൾ അത് വരാതെ നിന്നിരുന്ന വ്യക്തികൾ. അപ്പം അങ്ങനെ നിന്നിരുന്ന ആ സമയത്ത് നിന്ന് ഇന്നൊരു വലിയൊരു മാറ്റം ഇതിലേക്ക് വരികയാണ്. അപ്പം ഞാൻ പറയാം, ഈ ഒരു ചർച്ച ഇന്നല്ല, വളരെ നാളുകൾക്ക് മുന്നേ നടക്കേണ്ടതായിരുന്നു എന്നതാണ് പറയാനുള്ളത്. കാരണം അങ്ങനെ നടന്നിരുന്നു എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഇവിടെ അന്വേഷിച്ച തെളിവുകൾ ഇതൊക്കെ പണ്ടേക്ക് കിട്ടുമായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എൻ്റെ അതിലൊരു വിഷമം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയൊക്കെ വിശദമായിട്ട് നമ്മളുടെ ലൈവുകളെ കുറിച്ച് വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് സമയദൈർഘ്യം കൂടുതലാണെന്നാണ്. മണിക്കൂറുകൾ ഇരുന്ന് സംസാരിക്കും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം വളരെ വിശദമായിട്ട് ഇരുന്ന് എന്താണ് നമ്മൾ പറയുന്നത് എന്നുള്ളതിന് തെളിവുകൾ വെച്ച് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് കാണാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ, തംബ്നെയിൽ മാത്രം കണ്ടുകൊണ്ട് ആ തംബ്നെയിലിൽ ഇട്ടിരിക്കുന്ന ഇൻവേർട്ടഡ് കോമ പോലും മിസ്സാക്കിക്കൊണ്ട് ആളുകൾ വന്നിട്ട് ചില ചാപ്പകളുമായിട്ട് നടക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ ബാധിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ചാപ്പ എന്ന് പറയുന്നത് ഈ സംഖ്യചാപ്പയൊന്നുമല്ല. അതെന്ന് പറയുന്നത് നിങ്ങളൊരു മനുഷ്യനല്ല എന്ന് പറയുന്ന തരത്തിലുള്ള ചാപ്പയാണ്. കാരണം ഏതൊരാളെയും വളരെ പെട്ടെന്ന് നിശബ്ദനാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ആരും കൂടുതൽ അന്വേഷിക്കാനോ പറയാനോ നിൽക്കില്ല. അന്ന് അങ്ങനെയെങ്കിൽ അങ്ങനെ, ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞ് കൂടുതൽ മൃഗമായി മാറേണ്ട എന്നുള്ളൊരു പേടിയുടെ പുറത്ത് ആളുകൾ നിശബ്ദനാവും. ഇതാണ് ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ സംഭവിക്കുന്നത്, ഇസ്ലാമിനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ചർച്ചകൾ സംഭവിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറയുന്നു, എന്താണ് ഞാൻ പറഞ്ഞെന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആദ്യം പറയാം. ഇപ്പോൾ ഈ ഒരു ചർച്ച അതിൻ്റെ സംവാദത്തിൻ്റെ ടൈറ്റിൽ വന്ന സമയത്ത് തന്നെ വലിയ പരാതിയായിരുന്നു. ഇങ്ങനെ ആരിഫ് എവിടെ പറഞ്ഞെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏതായാലും ഞാൻ അങ്ങനെ ഞാൻ എന്താ പറഞ്ഞെന്നുള്ളതെങ്കിലും ആദ്യം ഒന്ന് പറയണം. ഇതാണ് ഇവിടുത്തെ എൻ്റെ ഒരു ആവശ്യം. കാരണം ഞാൻ ഒരിക്കലും തന്നെ മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദികളാണ് എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പറച്ചിൽ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. എന്നാൽ ഞാൻ പറഞ്ഞത് എന്താണ് എന്നുള്ളത് ഇനിയും ഒരു സംശയത്തിന് ഇട നൽകാത്ത വിധം അതൊന്ന് കൃത്യമായിട്ട് ഒന്നുകൂടി പറഞ്ഞു വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എത്രയാണ്, എവറി മുസ്ലിം ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി ആൻഡ് എ പൊട്ടൻഷ്യൽ എക്സ് മുസ്ലിം. ഇതാണ് നമ്മൾ പറയുള്ളത്. അതായത് ഓരോ മുസ്ലിമും ഇസ്ലാം കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അവൻ പൊട്ടും അല്ലെങ്കിൽ അവൻ മതം വിടും. ഇതാണ് നമ്മൾ പറയാറുള്ളത്. ആളുകൾ ഇതിലെ ഒരു ഭാഗം മുറിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇത് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിർത്താറില്ല. എന്താണ് ഈ സംഗതി എന്നുള്ളത് നമ്മൾ കൂടുതൽ വിശദമാക്കാറുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് അതൊന്നും കൂടി ഞാൻ ഒന്ന് മെനയാക്കിയിട്ട് ഒന്നുകൂടി പറഞ്ഞു വെക്കാം, ഇനി ആരും അത് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പറയുന്നത് ഇത്രയാണ്. അതായത് 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവിടെ വരുന്നത്. ഡിനൈങ് ദ നോൺ സീറോ റിസ്ക് ടു ബിക്കം എ ജിഹാദി ഡസ് നോട്ട് പ്രൊട്ടക്ട് മുസ്ലിംസ്, ഇറ്റ് protects the ideology that turns them into potential jihadis. ഇതാണ് ഒന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, in a culture that romanticizes jihad and martyrdom, every young believer becomes a potential jihadi in the same structural sense that a child in a smoking house is a potential smoker. അതായത് ഒരു ചെയിൻ സ്മോക്കർ ആയിട്ടുള്ള വാപ്പയും ഉമ്മയും ഉള്ള ഒരു വീട്ടിൽ ഒരു കുട്ടി എങ്ങനെയാണോ ഈ സിഗരറ്റ് സ്മോക്കിങ്ങിനെ റൊമാൻറ്റിസൈസ് ചെയ്ത് അതിലൊന്നും വലിയ കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കി ആ കുട്ടിയും ഒരു സ്മോക്കർ ആകാനുള്ള സാധ്യത, പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മൾ എങ്ങനെയാണോ പറയുന്നത് എന്ന് പറയുന്ന മാതിരി ജിഹാദിനെ ഇതേപോലെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നു, ഷഹീദാവുക എന്ന് പറയുന്നതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നു. അതുകൂടാതെ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള സംഗതികൾ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ, അതിനൊന്നും ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ, ഈ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഉയർത്തി വെക്കുന്ന ഈ തരം പ്രൊട്ടക്ഷനിസത്തിന്റെ ഭാഗമായിക്കൊണ്ട് നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സമുദായത്തിൽ, ഒരു സമൂഹത്തിൽ അവിടെ ജീവിക്കുന്ന ഒരു മുസ്ലിമിന് ഈ ജിഹാദി ആശയങ്ങളെ കൂടുതൽ പുൽകുവാനും അതിന്റെ ഭാഗമായിക്കൊണ്ട് അവൻ ഒരു എക്സ് മുസ്ലിം ആകാനോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ജിഹാദി തന്നെയായി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതുപോലെ മറ്റു മതങ്ങൾക്കും മറ്റു ആശയങ്ങൾക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ ഈ പ്രശ്നം ഇസ്ലാമിനുണ്ട്. ഇതാണ് നമ്മൾ പറയുന്നത്. ഇതിനൊക്കെ തെളിവാണല്ലോ വേണ്ടത്. തെളിവുകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. അപ്പോൾ ഇനിയെങ്കിലും ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇത് മുറിച്ചു മാറ്റാതെ നിങ്ങൾ മുഴുവനായിട്ട് പറയാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് തെളിവ്? ഇവിടെ തെളിവിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഇവിടെ പറയണ്ടായി.
സൂഫിസം പോലെയുള്ള സംഗതികൾ, അതുപോലെ മറ്റ് ചില ചിന്താധാരകളെ കുറിച്ചൊക്കെ പറഞ്ഞു, റിഫോമിസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ്. ഇതിൽ തന്നെ നമുക്ക് കാണാം ഒരു അജ്ഞതയാണ് ഈ വിഷയത്തിലുള്ള പ്രധാന പ്രശ്നം എന്നാണ് ഞാൻ പറയാം. അത് പൊതുവെ ഈ സമൂഹത്തിലുള്ളതാണ്, അത് എക്സ് മുസ്ലിങ്ങൾക്കുണ്ട്, അത് സ്വതന്ത്ര ഇന്ത്യക്കാരുടെ ഇടയിലുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഹിന്ദു മതത്തെ നവീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളുടെ ഒരു രണ്ടാളുടെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ രണ്ടാളുടെ പേര് ഇപ്പം തന്നെ വന്നിട്ടുണ്ടാവും. ഞാൻ പേരൊന്നും ചോദിക്കുന്നില്ല, വന്നിട്ടുണ്ടോ ഇല്ലേ നിങ്ങളൊന്ന് കൈവയ്ക്കാൻ മതി. ഹിന്ദു മത നവീകരണവുമായി കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന 2 പേരുടെ പേര് അല്ലെങ്കിൽ ഒരാളുടെ പേര് കൈയൊന്ന് പൊക്കാവോ? യെസ്, ഒരുപാട് പേരുണ്ട്. ക്രിസ്ത്യാനിറ്റിയെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആ രീതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളുടെ പേരോ അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റോ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? ഒന്ന് കൈപ്പൊക്കാവോ? ആർക്കും അറിയില്ല. ആ ശരി, ആരുമില്ല. പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ്സ്, മാർട്ടിൻ ലൂതർ കിങ് പ്രാന്താണ്. ഓക്കെ, ആയിക്കോട്ടെ. ഏതായാലും നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ ക്രിസ്ത്യാനിറ്റിയിൽ സംഭവിച്ചിട്ടുള്ള മാറ്റം തനിയെ സംഭവിച്ചതാണ് എന്ന് നമ്മളങ്ങ് സമ്മതിക്കുക. ഇനി ഇസ്ലാമിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു റിഫോമിസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുള്ള വ്യക്തി ഒരാളുടെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? ഒന്ന് കൈപൊക്കാവോ? ആരെങ്കിലും ഉണ്ടോ? ആരാണ്? അവരെന്താ ചെയ്തതെന്നും കൂടി നമ്മൾ പറയണം. ഏത് മത നിയമത്തെയാണ് അവർ അവിടെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ മാറ്റിവെക്കാൻ വേണ്ടി മുന്നോട്ട് വന്നതെന്ന് കൂടി നമ്മൾ പറയണം. എന്നാൽ നമുക്കിവിടെ കാണാൻ കഴിയുക യഥാർത്ഥത്തിൽ മത നവീകരണം എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളത് ഇവിടെ ചേകന്നൂർ മൗലവി പോലെയുള്ള ആളുകളാണ്. എന്താണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനു മുന്നേ ഇപ്പോൾ മുഹമ്മദ് നബി മരിച്ചതിന് തൊട്ടടുത്ത ആ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് പറയാവുന്ന ചില ആളുകളുണ്ട്. അവരെ എന്താണ് ഇവിടെ സമൂഹം, ഈ ഇസ്ലാമിക സമൂഹം ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുക. എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുക, എന്താണോ ആ 6-ാം നൂറ്റാണ്ടിൽ എഴുതി വെച്ചത് അത് ഇന്നും അതേപോലെ തുടരുന്ന ഒരു പ്രവണത അത് ഇസ്ലാമിനുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി എന്തൊക്കെ ആരൊക്കെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു നിയമം അത് ഈ ഇസ്ലാമിൽ നിന്ന് പുറത്ത് കളയണം, അത് ശരിയല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാറ്റിവെച്ചത് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. സാമൂഹിക സമ്മർദ്ദത്തിൻ്റെ പേരിൽ ചില കാര്യങ്ങൾ മാറ്റി, ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത് ഹറാമാണ് എന്നതുപോലെയുള്ള ചില കാര്യങ്ങളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിപ്പോൾ ഹലാലാണ് എന്ന രീതിയിൽ. ഇപ്പോൾ പലിശ ഹറാമാണെന്ന് പറയും, പക്ഷേ ഇന്ന് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പലിശ ഇന്ന് ഹലാലായി മാറിയിരിക്കുകയാണ്. ബാങ്കിൽ പലിശ വാങ്ങാം എന്നതല്ലാതെ സാമൂഹികമായും വ്യക്തി ജീവിതത്തിൽ വളരെ വലിയ ഇൻഡെപ്ത്, ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങൾ വരുന്ന സമയങ്ങളിൽ വ്യക്തി ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ആ മേഖലകളിൽ ഒന്നും തന്നെ ഒരു നവീകരണം നടക്കാത്ത മതം എന്ന് നമുക്ക് പറയാം. അത് ഈ പറയുന്ന ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കുഴപ്പം. ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണക്കുറവ്, ഒരു ഇഗ്നോറൻസ്, അതൊരു വലിയ പ്രശ്നമാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നം ഈ സൂഫിസം പോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറഞ്ഞു സൂഫിസത്തിന് ഒരു മിലിറ്റന്റ് സൂഫിസം എന്ന് പറഞ്ഞിട്ടൊരു വകഭേദമുണ്ട്. നമ്മളിവിടെ റൊമാൻറ്റിസൈസ് ചെയ്യാണ്. സൂഫിസം എന്ന് പറഞ്ഞ മികച്ച സംഗതികളാണ് എന്നുള്ള രീതിയിൽ പറയും. നമ്മൾ എല്ലാ വിശ്വാസങ്ങൾക്കും ഇപ്പോൾ ഈവൻ നമ്മളുടെ നാട്ടിലെ സമസ്തയെ പോലും നോക്കിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്? അവർ നബിദിനം ആഘോഷിക്കുന്നു, ആളുകൾക്ക് ബിരിയാണി വെച്ചു കൊടുക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ടു ദ കോർ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവർ പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്ന് വിളിച്ച് പുറത്തിറക്കുന്നു. ഇതാണ് അവിടെ ചെയ്യുന്നത്. അവർ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ അവരിടപെടുന്നു. അവരെന്ത് പറയുന്നു? പെണ്ണുങ്ങൾ വീട്ടിലിരുന്നാൽ മതി. പൗരത്വ ഭേദഗതി അതെന്തോ ആയിക്കോട്ടെ, അതിന്റെ പ്രക്ഷോഭം വന്നപ്പോൾ അവരെന്താ പറഞ്ഞത്? പൗരത്വ ഭേദഗതിയൊക്കെ നമ്മൾ നോക്കിക്കോളാം, നമ്മൾ ആണുങ്ങൾ നോക്കിക്കോളാം, പെണ്ണുങ്ങൾ വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്ന നിലയിലേക്ക് മുസ്ലിം ലീഗ് വരെ വരുന്നു. സമസ്ത അതിന് പിന്തുണയേകുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞ മാതിരി പുറം ചട്ടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വളരെ മനോഹരമായ സംഗതികൾ അകത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പ്രശ്നമാണ് എന്നതിനുള്ള മറ്റൊരു മിസ്സായി പോകുന്ന തെളിവാണ്. ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഈ സൂഫിസം. ഈ സൂഫിസം എന്ന് പറയുന്നതിൻ്റെ ഒരു വകഭേദം ഇന്ന് TLP എന്ന് പറയുന്ന തഹരീക്ക് അൽ ലബ്ബൈക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഒരു ഉദാഹരണം പറയാം. ആസിയ ബീബി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ ഒരു മതവിമർശനം നടത്തി അല്ലെങ്കിൽ നബിയെ അവഹേളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള വേട്ടയാടൽ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു സ്ത്രീയാണ്, ക്രിസ്ത്യൻ വനിതയായിരുന്നു. അതൊരു കള്ളക്കേസായിരുന്നു. ആ സംഗതി അവിടെ കത്തിച്ചു നിർത്തുന്നതിന് ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള പാർട്ടി അത് ഈ TLP എന്ന് പറയുന്ന പാർട്ടിയായിരുന്നു. ഈ TLP എന്ന് പറയുന്ന പാർട്ടി ഒരു സൂഫി മിലിറ്റന്റ് പാർട്ടിയാണ്. അതെന്ന് വെച്ചാൽ അവരും സൂഫികളാണെന്നാണ് അവരെ അവകാശവാദം. അപ്പോൾ സൂഫിസം എന്ന് പറയുന്നത് ഒരു മികച്ച സാധനമാണ് എന്ന രീതിയിൽ ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അത് ഒരു ബാഹുബലി 1 മാത്രം നിങ്ങൾ കാണുമ്പോൾ അതൊരു നല്ല സാധനമായിട്ട് നിങ്ങൾക്ക് തോന്നും. ഈ സൂഫിസത്തിൻ്റെയും ബാഹുബലി 2 ഉണ്ട്. അതും മിലിറ്റന്റ് സ്വഭാവം തന്നെയാണ്. അത് പൊളിറ്റിക്കൽ സൂഫിസം എന്ന് തന്നെയാണ് അതിനെ അവരും വിളിക്കാറുള്ളത്. ഇതാണ് അതിലെ കാര്യം. ഇനി ഈ സംഗതി എന്തുകൊണ്ട് നമ്മളിവിടെ ഇത് പറയുന്നു? ഈ തരം സ്റ്റേറ്റ്മെന്റ്സും ഇത്തരം ചർച്ചകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതൊരു പ്രശ്നമാണ്, ഇതൊരു ഐഡിയോളജിയുടെ പ്രോബ്ലമാണ്.
ഇത് ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയുടെ പ്രശ്നം തന്നെയാണ്. ഇതിൻ്റെ ആദ്യത്തെ ഇരകൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. ഇത് ആര് മനസ്സിലാക്കിയില്ലെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങളാണ് എന്നതാണ് നമ്മളുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെങ്ങനെയാണ് നിങ്ങൾക്ക് ശ്രമിക്കാൻ കഴിയുക? എന്താണ് ഇതിനുള്ള രീതികൾ? എന്താണ് ഇതിൻ്റെ മാതൃക? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. മുസ്ലിങ്ങളുടെ മുന്നിൽ ഈ ഇസ്ലാമിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നതും ഇസ്ലാമിനെ പൊക്കിയടിക്കുന്നതും ഇസ്ലാമിൻ്റെ വശങ്ങൾ അതിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്ന രീതിയിലുള്ള ആളുകൾ നിലനിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ ഈ പറയുന്ന സാധനത്തെ തള്ളിക്കളയാൻ അവരെ പ്രേരിപ്പിക്കണം. ഇനി ഏറ്റവും മിനിമം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിഷമാണ്. അപ്പോൾ ഇവർ തന്നെയാണ് പറയാറ് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ നല്ല സാധനമാണെന്നാണ് ഇവർ തന്നെ പറയാറ്. അപ്പോൾ ജിഹാദ് എന്ന് പറഞ്ഞാൽ നല്ല സാധനമാണ്, അത് യുദ്ധമല്ല, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് നിങ്ങളൊരു പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന് പറയുമ്പോൾ നിലവിളിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നല്ല സംഭവമാണ്, ആത്മസംസ്കരണമാണ്, ആത്മശുദ്ധീകരണമാണ് ഈ ജിഹാദ് എന്നുണ്ടെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ആത്മശുദ്ധീകരണം നടത്തുന്ന ആൾ, ഇത്രയല്ലേ നമ്മൾ ഉദ്ദേശിക്കേണ്ടതുള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തോ തകരാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഈ ജിഹാദിന് എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുന്നതിൽ ജിഹാദി എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് വരുന്നത്, അത് നിങ്ങൾക്ക് എങ്ങനെ ഉത്തരം കിട്ടി? എന്തുകൊണ്ട് അതാണ് ജിഹാദ് എന്ന് സമ്മതിച്ച് അതിനെ തള്ളി പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ യൂണിഫോം സിവിൽ കോഡ് മറ്റതൊക്കെ വിടുക. ഏറ്റവും മിനിമം ഒരു മുസ്ലിം ഇന്ന് തള്ളിക്കളയേണ്ടത്, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡൽഹി ബോംബ് ബ്ലാസ്റ്റ് നടന്നു നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്നിവിടെ സംസാര വിഷയമായിട്ടുള്ള വാക്ക് എന്താണ്? ഏതാണ് ആ വാക്ക്? വൈറ്റ് കോളർ ടെറർ എന്നാണ് പറയുന്നത്. ഈ വൈറ്റ് കോളർ ടെറർ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂസിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞത് എവരി മുസ്ലിം ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, അതിനുള്ള കാരണങ്ങൾ നമ്മൾ പറയുന്നു എന്തുകൊണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിൽ നമ്മൾ എന്താ കണ്ടത്? മുസ്ലിം ഡോക്ടർമാരുടെ ഇടയിലും ഇതെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ടാവും എന്ന രീതിയിൽ ഇവിടെ 24 ന്യൂസിൽ അരുൺകുമാർ എന്ന് പറയുന്നതാണ് നമ്മൾ 24 ന്യൂസിലെ റിപ്പോർട്ടറിൽ അരുൺകുമാർ നിന്ന് പറയുന്ന ഒരു സാധനം ഇതാണ് കാണുന്നത്. നമ്മളുടെ ഇടയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അതേപോലെ പത്രപ്രവർത്തകർ, വക്കീലുമാർ, ഇതിലെല്ലാം ജിഹാദികളുണ്ട് എന്ന രീതിയിലേക്ക് പറഞ്ഞു വെക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഞാൻ പറഞ്ഞതാണോ ഡേഞ്ചർ, അരുൺകുമാർ പറഞ്ഞാണോ ഡേഞ്ചർ? നിങ്ങൾ പറയാം. ഇത് പറയിപ്പിച്ചത് ആരാണെന്ന് നിങ്ങൾ പറയാം. ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി നമ്മളെ സമൂഹത്തിൽ ഒരു വ്യക്തി അവൻ്റെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സംഗതിയുടെ പേരിൽ ഇന്ന് മീശല്ലാതെ താടി വെച്ചിട്ട് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് അവൻ പുലർച്ചയോ അല്ലെങ്കിൽ പാതിരാത്രിക്കോ ഒന്ന് ഇറങ്ങി നടന്നാൽ അവന് ചുറ്റും കൂടുന്ന ആളുകളുടെ മനസ്സിൽ ഇന്ന് എന്താണ് അവിടെ ഉണ്ടാകുന്നത്? ഭയമാണോ? അതോ അവന് പാവം നടന്നു പോകുന്നു, അവന് കുറച്ച് നാരങ്ങവെള്ളം കൊടുത്തേക്കാം എന്ന ചിന്തയാണോ വരുന്നത്? ആളുകൾ ഓടി ഒളിക്കുന്ന അവസ്ഥയാണ് ഇതിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ആരാണ് കൊണ്ടെത്തിക്കുന്നത്? അപ്പൊ ഇവിടെ പൊതുവെ കേൾക്കുന്ന സംഭവമാണ്. വിശ്വാസികളും പറയുന്നു, ഇന്നിപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലും പറയുന്ന ഒരു ദുരവസ്ഥ ഇവിടെ ഉണ്ട്. അതായത് എക്സ് മുസ്ലിങ്ങൾ, നമ്മളെ പോലുള്ള ആളുകൾ പറയുന്നത് വെച്ചിട്ടാണ് ഇവിടെ സംഘപരിവാരം വളരുക, അതുപോലെ മുസ്ലിം വേട്ടയ്ക്ക് ഇറങ്ങുക എന്നാണ് പറയാ. ഞാൻ വെല്ലുവിളിക്കുന്നു, എവിടെയാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്? ഇവിടെ ചർച്ചയായിട്ടുള്ളത് മുഴുവൻ അബ്ദുൾ റാഷിദ് അബ്ദുള്ള അവിടെ അഫ്ഗാനിസ്ഥാനിൽ ഇരുന്നിട്ട് കൊടുത്തുവിട്ട് ആ വാചകങ്ങളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താണ് അവർ പറഞ്ഞത്? നിങ്ങൾ ജിഹാദിന് ഇറങ്ങി പുറപ്പെടൂ, അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് നിങ്ങളിങ്ങനെ അടങ്ങിയിരിക്കുകയാണോ? അങ്ങനെ കയ്യിൽ എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളുടെ കയ്യിൽ വണ്ടിയില്ലേ, ലോറിയില്ലേ, ഇടിച്ച് കയറ്റി അവിടെ യൂറോപ്പിൽ. നിങ്ങളുടെ കയ്യിൽ വിഷമില്ലേ, അത് വാട്ടർ ടാങ്കിൽ കലക്കാൻ നോക്കി. റിസിൻ എന്ന് പറഞ്ഞ പോയിസണാണ് കഴിഞ്ഞ ദിവസം പിടിച്ചത് പോലീസ്. ഇതാണ് അവർ ചെയ്യാൻ നോക്കിയത്. പിന്നെന്താ പറഞ്ഞത്? ഇതേപോലെയുള്ള ആൾക്കൂട്ടമില്ലേ, അവിടെ പോയിട്ട് നിങ്ങൾ ബോംബിടൂ എന്ന് പറഞ്ഞു. അതല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണാൻ പോയത്. അപ്പോൾ ജിഹാദികൾ എന്ത് പറയുന്നു? ജിഹാദികൾ ആർക്കാണ് ഈ മെസ്സേജ് കൊടുക്കുന്നത്? ഇത് സാധാരണ വിശ്വാസികൾക്ക് കൊടുക്കുന്നത്. ഇത് ടെലഗ്രാം ഗ്രൂപ്പിൽ വരുന്ന സാധനമാണ്. ഇത് ലീക്കായിട്ടാണ് മെയിൻ സ്ട്രീം മീഡിയയിൽ വന്നിട്ട് ഈ പറയുന്ന തീവ്രവാദം ഇവിടെ ചർച്ചയാവുന്നത്, അല്ലാതെ എക്സ് മുസ്ലിങ്ങൾ പറഞ്ഞിട്ടല്ല. മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗങ്ങൾ ഇവിടെ ഇപ്പോഴും റൗണ്ടാണ്. 10 വർഷം മെമ്പറുകൾ വിട്ടു തന്നാൽ ഇസ്ലാമിക രാജ്യമാക്കി തരാം കേരളം എന്ന് പറഞ്ഞ പ്രസംഗം ഇന്നും വൈറലാണ്. ഇത് ആർക്കാണ് ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നത്? മുസ്ലിമിനാണോ അതോ നമുക്കാണോ? ഇനി ഇതേപോലെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന വ്യക്തി എത്ര തന്നെ നന്മ ചെയ്താലും അയാൾ നരകത്തിലേ പോകൂ, അയാൾ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞ ഡയലോഗ് ഇന്നും അവിടെ പറഞ്ഞ് കറങ്ങി നടക്കാണ്. ആരാ പറഞ്ഞത്? നിങ്ങൾ സംഭാവന കൊടുക്കുമ്പോൾ അത് വേശ്യാലയത്തിന് കൊടുക്കുന്ന പോലെയാണ് അമ്പലത്തിന് കൊടുത്താൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാര് പറഞ്ഞതാ? മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞാണ്. ഇതാണ് ഇവിടെ കറങ്ങി നടക്കുന്നത്. അതുപോലെ നിങ്ങൾ മതം മാറ്റുന്ന സമയത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എന്താണ് അടുത്ത നടപടി എന്ന് പറഞ്ഞ് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിച്ചതിനെ കുറിച്ചുള്ള വാർത്ത MM അക്ബറിന്റെ സ്കൂളിൽ വന്ന അതാണ് ഇവിടുത്തെ പ്രശ്നം. ജാക്കിർ നായിക്ക് പറഞ്ഞ എന്താണ്? സൂയിസൈഡ് ബോംബിംഗ് അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഒരു യുദ്ധതന്ത്രമായിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞത് ആരാണ്? ജാക്കിർ നായിക്ക്. അതാണ് ഇവിടുത്തെ സൂയിസൈഡ് ബോംബേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായ കാരണങ്ങൾ പറയുന്നു. അതിന് അയാൾ പറയുന്ന ഉദാഹരണം, നിങ്ങൾ മുഹമ്മദ് നബിയും കൂടി നടന്നു പോകുമ്പോൾ ഒരാൾ വെടിവെക്കുന്ന കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവിടെ തന്നെ നിൽക്കുമോ അതോ മുഹമ്മദ് നബിയുടെ മുന്നിൽ ചാടി നിൽക്കുമോ? മുഹമ്മദ് നബിയുടെ മുന്നിൽ ചാടി നിങ്ങൾ നിൽക്കും. എന്തുകൊണ്ട് നിൽക്കുന്നു? മുഹമ്മദ് നബിയെ രക്ഷിക്കണമെന്ന് നിങ്ങൾക്കറിയാം.
അപ്പം നിങ്ങൾ നിന്നാൽ നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ മരിക്കും എന്ന്? അപ്പം നിങ്ങൾ മരിക്കുമെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ അത് സൂയിസൈഡ് അല്ലേ? പക്ഷെ വെടി കൊണ്ടു, നിങ്ങൾ മരിച്ചു, മുഹമ്മദ് നബി രക്ഷപ്പെട്ടു, അപ്പോൾ അത് സൂയിസൈഡ് ആണോ? അപ്പം നാട്ടുകാർ അവിടെ ഇരുന്നിട്ട് തലകുലുക്കാണ്. അത് ഒരിക്കലും സൂയിസൈഡ് അല്ല. അതെന്താ നിങ്ങൾ ചെയ്തത്? നിങ്ങൾ മുഹമ്മദ് നബിയെ രക്ഷിക്കാൻ നോക്കിയത്. അപ്പം എന്തിനാ മുഹമ്മദ് നബിയെ നിങ്ങൾ രക്ഷിക്കാൻ നോക്കിയത്? നിങ്ങൾ അപ്പുറത്ത് വാപ്പയുണ്ട് മുഹമ്മദ് നബിയുടെ, നിങ്ങൾ മുഹമ്മദ് നബിനെയാണ് രക്ഷിക്കാൻ നോക്കിയത്. അപ്പം എന്താ അങ്ങനെ വരുന്നത്? നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മുഹമ്മദ് നബിനെയാണ് എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നതെന്നാണ് ജാക്കിർ നായിക്ക് ചോദിച്ചിട്ട് ആളുകളെ കൊണ്ട് തല കുലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സൂയിസൈഡ് അല്ല എന്ന് അവരെ കൊണ്ട് ദൃഢമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ആശയപരമായിട്ടുള്ള റീസൺസ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇതുപോലെ ഈ തരത്തിലുള്ള ഗ്ലോറിഫിക്കേഷനും റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയും മറ്റു മതങ്ങളിലെ വയലൻസിന് ഇന്ന് നിലവിലില്ല. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇരുന്നിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇനി പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുന്ന സാധനം നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ കൂടെ പറയുന്ന മറ്റൊരു കാര്യം കൂടിയാണ്, ഇത് ഇന്നത്തെ സാഹചര്യമാണ്. ഇത് മാറ്റണം. അങ്ങനെ പൊട്ടൻഷ്യൽ ജിഹാദികളാകാനുള്ള സാധ്യത ഇത് ആർക്കാണ്? ഈ പൊട്ടൻഷ്യൽ ജിഹാദികളാണെന്ന് കാണുന്നത് നമ്മൾ കാണുന്നു എന്നുള്ളതിനേക്കാളപ്പുറം ഇത് ഈ റിക്രൂട്ട് ചെയ്യുന്ന തീവ്രവാദ കൂട്ടങ്ങൾക്കും അങ്ങനെയാണ് തന്നെയാണ് അവർ കാണുന്നത്. കാരണം അവർ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്ന് ഇറങ്ങി തിരിച്ചിട്ട് ജിഹാദികളാക്കാൻ പറ്റിയ ഏറ്റവും നല്ല മുസ്ലിങ്ങൾ എവിടെയാണോ ഉള്ളത് എന്നൊരു തീവ്രവാദ കൂട്ടം അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് എവിടുന്ന അത് ഏറ്റവും നല്ല തീവ്രവാദികളാകാൻ സാധ്യതയുള്ള മുസ്ലിങ്ങളെ കിട്ടുക? ഒന്ന് കാശ്മീരിലാണ്, ഒന്ന് ഈ പറയുന്ന കേരളത്തിലാണ്, അതേപോലെ ഈ UP പ്രദേശത്തുള്ള ആളുകൾ. കാരണം ദിയോബന്ദ് സ്കൂളുമായി ആ മദ്രസയുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് അവിടെ നിലനിൽക്കുന്നത്. ഇനി തെളിവുകളെ കുറിച്ച് അതും കൂടി പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ് ആദ്യത്തെ ഘട്ടം. ഓക്കെ, ഒരു 5 minutes. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ രണ്ട് റിസർച്ച്, റിപ്പോർട്ട്. ഒന്ന് ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് എല്ലാ വർഷവും പുറത്തിറക്കുന്നത് 2025 പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2024 പുറത്തിറങ്ങിയിട്ടുള്ള 2021 വരെ 79 മുതൽ 21 വരെയുള്ള ഇസ്ലാമിക് ടെററിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു സ്റ്റഡി റിപ്പോർട്ട്, ഫോണ്ടപ്പോൾ റിസർച്ച് റിപ്പോർട്ട്, അതും ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടും എടുത്ത് നോക്കുക. ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു, ഈ ലോകത്തുണ്ടായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഇസ്ലാമിക് ടെറർ തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ടതാണ് 1979 മുതൽ 21 വരെയുള്ള കണക്കെടുക്കുമ്പോൾ 2,49,000 പരം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഈ കൊല്ലപ്പെട്ടത് മുഴുവൻ മുസ്ലിങ്ങളും ഉൾപ്പെടെയാണെന്നും കൂടി നമ്മൾ ആലോചിക്കുക. അതിൽ തന്നെ 2013 ശേഷമാണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മൊത്തം അക്രമങ്ങൾ 60,000 ചില്ലാനും ആണെന്നുണ്ടെങ്കിൽ അതിൽ 56,000 അക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് 2013 ശേഷമാണ്. അതിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളിൽ ഒരു 89% ആളുകൾ മുസ്ലിങ്ങളാണ്. എന്ന് വെച്ചാൽ ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദ അക്രമങ്ങളിൽ ഒരു 80% ഇസ്ലാമിക് ടെററാണ്. ഇസ്ലാമിക് ടെററിന്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളാണ്. എന്ന് വെച്ചാൽ 10 പേര് കൊല്ലപ്പെടുമ്പോൾ അതിൽ 9 പേര് മുസ്ലിങ്ങളാണെന്ന് 9ഓളം ആളുകളും ഇന്ന് മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതാ പറയുന്നത്, ഇസ്ലാമിക് ടെററിൻ്റെയും ഇസ്ലാമിൻ്റെയും ആദ്യത്തെ ഇര എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ സംഗതിയെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നത് നിന്ന് ഒഴിവാക്കി അവരതിൽ നിന്ന് പുറത്ത് കടത്തണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? അവരെ ബാധിക്കുന്ന പ്രശ്നം എന്തെന്ന് അവരുടെ ഉള്ളിൽ തന്നെയുള്ള പ്രശ്നമാണെന്ന് തിരിച്ചറിയാനുള്ള വഴിയൊരുക്കുക എന്നുള്ളതാണ്. അത് പറയുന്നിടത്ത് ജിഹാദിനെ ഡിഫൈൻ ചെയ്യുന്നിടത്ത് ജിഹാദ് നന്മയും, പൊട്ടൻഷ്യൽ ജിഹാദി അല്ലെങ്കിൽ ജിഹാദ് ഇവിടെ ഉണ്ടായി ബോംബ് പൊട്ടി എന്ന് പറയുമ്പോൾ ജിഹാദ് അതല്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അത് തിരിച്ചറിയേണ്ട ബാധ്യത ഓരോ മുസ്ലിമിനുണ്ട്. അത് നിർബന്ധപൂർവ്വം അവർക്ക് വെച്ചു കൊടുക്കുന്ന ഒരു കോഗ്നേറ്റീവ് ഡിസണൻസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അത് പറയുന്നുണ്ടല്ലേ. പക്ഷേ അതെന്താണ് പറഞ്ഞെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ അത് ഞാൻ കൈമാറാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ തെളിവുകൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ പറയുന്നു, അതായത് ഫ്രീക്വൻസി, അതായത് ഇതുകൊണ്ടുണ്ടാവുന്ന അക്രമങ്ങൾ നിരന്തരം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ഇതിനു വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു അപ്പീസ്മെന്റും അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ഇസ്ലാമിസ്റ്റുകൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിഫോം ഇതിനകത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. എല്ലാത്തിനുപരി അവസാനമായിട്ട് പറയാനുള്ളത്, ഇത് ചർച്ച ചെയ്യുന്ന സമയങ്ങളിൽ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇതിനെ തടയാൻ വേണ്ടിയിട്ട് നടക്കുന്ന സമയങ്ങളിൽ അത് അനുവദിക്കാത്ത രീതിയിൽ ഇവിടെ പ്രീണനവുമായിട്ട് നടക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ആ പ്രവർത്തനങ്ങൾ ഇവിടെ വെള്ളം ചേർക്കപ്പെടുന്നു, മുസ്ലിങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് തള്ളിവിടപ്പെടുന്നു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇനി ഇതിനെ കവർ ചെയ്യാനുള്ള മാർഗങ്ങളും കാര്യങ്ങളൊക്കെ ലോകത്ത് മാതൃകകളുണ്ട്. അവരെങ്ങനെ ചെയ്യുന്നതെന്നുള്ളതുണ്ട്. അത് നമ്മൾ ഇന്ത്യയിൽ നടത്തി എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ പറയാം. താങ്ക് യു.